ചിലപ്പോ നമ്മൾ തന്നെ ചിന്തിക്കും, എന്നെ കൊണ്ടാവില്ല ഈ കുടുംബം പരിപാലിക്കാൻ, എന്റെ മക്കളെ പരിപാലിക്കാൻ, എന്റെ കുടുംബത്തെ മുൻപോട്ട് നയിക്കാൻ എന്നെ കൊണ്ടാവില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ആ പ്രശ്നത്തിന്റെ മുകളിൽ മദ്യത്തെ ആശ്രയിക്കും. ചില ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, ഇത് നിയന്ത്രിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷെ കർത്താവ് സ്നേഹത്തോടെ പറയാ, മോനെ നീ ദൈവത്തിൽ ആശ്രയിക്ക്. നിന്റെ കുടുംബത്തെ പരിപാലിക്കുന്ന ഒരു ഇടയനായി ഞാൻ ഇറങ്ങി വരാൻ പോകുക. നിന്റെ കുടുംബത്തിന്റെ ഒരു ഇടയനായി, നിന്റെ കുടുംബത്തിന്റെ നായകനായി ഞാൻ ഇറങ്ങി വരാൻ പോകുക. സക്കായിക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടായിരുന്നു, സക്കായി ഇഷ്ടം പോലെ പണം സമ്പാദിച്ചു. പക്ഷെ അവന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, കർത്താവിനെ ഒന്ന് കാണണം. കർത്താവിനെ കാണാൻ കാട്ടത്തിയുടെ മുകളിൽ കയറിയിരിക്കുമ്പോൾ കർത്താവ് അവനോട് പറയുക, സക്കായി ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുക. ഇന്ന് നിന്റെ വീട്ടിൽ വന്ന് ഞാൻ താമസിക്കാൻ പോകുക. അവന്റെ വീട്ടിലേക്ക് ചെന്ന കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഇന്നു മുതൽ ഈ വീടിന് രക്ഷ വന്നിരിക്കുകയാണ്. അതിന്റെ രക്ഷ വന്നു എന്നുള്ള അർത്ഥം എന്താ? ഇതിന്റെ നിയന്ത്രണം ഞാൻ അങ്ങ് എടുക്കുകയാണ്. നിങ്ങൾ ധൈര്യത്തോടെ പറ, എന്റെ കുടുംബത്തിന്റെ നിയന്ത്രണം എന്റെ കർത്താവാണ്. എന്റെ കർത്താവിന്റെ കയ്യിലാ ചാവി. നിങ്ങൾ ഇന്ന് ബാഗിലിട്ടേക്ക് നിങ്ങളുടെ വീടിന്റെ ചാവി. നിങ്ങളുടെ ബാഗിലുണ്ടല്ലോ, നിങ്ങളുടെ പേഴ്സിലുണ്ടല്ലോ, പോക്കറ്റിലുണ്ടല്ലോ. ആ ചാവിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഫുൾ കൺട്രോൾ നിങ്ങളുടെ വീടിന്റെ, നിങ്ങൾക്കുള്ളതിന്റെ, ദൈവം തന്നതിന്റെ മുഴുവൻ നിയന്ത്രണം അപ്പാ നിന്റെ കയ്യിലാണ്. നീയാണ് എന്റെ പരിപാലകൻ. നിന്റെ നിഴലിന്റെ കീഴിലാണ് എന്റെ കുടുംബം, നിന്റെ കയ്യിലാണ് എന്റെ കുടുംബം എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം ഇന്ന് നമ്മോട് പറയുന്നു. തലമുറകളായി തന്റെ മക്കളെ പുലർത്തിയവർ നമ്മോട് ചേർത്ത് നിർത്തി പറയുന്നു, നിന്റെ വീടിൽ രക്ഷ വന്നിരിക്കുകയാ, നിന്റെ വീടിന്റെ നിയന്ത്രണം ഞാൻ എടുക്കുകയാ. പ്രശ്നങ്ങളിലൂടെ രണ്ടും രണ്ട് വഴിക്കായി, ഭാര്യയെ വേറെ വഴി, ഭർത്താവിനെ വേറെ വഴി. പിശാച് അങ്ങനെ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ കൂട്ടിച്ചേർക്കുന്ന ദൈവമാണ്, ഒരുമിപ്പിച്ച് നിർത്തുന്ന ദൈവമാണ്, മാറ്റി നിർത്തുന്ന ദൈവമല്ല. ഒരുമിപ്പിച്ച് നല്ലതെന്ന് കണ്ട് ചേർത്ത് നിർത്തിയ ദൈവം